കനത്ത മഴയിൽ കുമളിയിലും വണ്ടിപ്പെരിയാറിലുമാണ് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. പ്രദേശവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മുല്ലപ്പെരിയാറ്റിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകിയാൽ കൂടുതൽ പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്നുള്ള ആശങ്കയുണ്ട്. തുലാമാസ പെയ്ത്തിൽ കനത്ത നാശനഷ്ടമാണ് ഇടുക്കിയിലുണ്ടായത്. ആഷിഖ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, അങ്ങനെ മഴയുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ നിന്ന് ഇന്ന് തവണ നാശനഷ്ടങ്ങളുടെ കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ്. അപ്പോൾ അത്തരം കണക്കുകളിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ? നിലവിൽ കുമളിയിലാണ് ഏറ്റവും ശക്തമായിട്ട് മഴയുടെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന. മഴ പെയ്ത് വെള്ളം കയറി കിടക്കുന്നത് കുമളി വണ്ടിപ്പെരിയാർ പ്രദേശങ്ങളിലാണ്. ഇന്നലെ രാത്രി ഉണ്ടായ അതിശക്തമായ മഴയിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. കടശിക്കടവ് എന്ന് പറയുന്ന വണ്ടിപ്പെരിയാർ കടശിക്കടവ് എന്ന് പറയുന്ന ഭാഗത്ത് ഏതാണ്ട് 12ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ച് അങ്ങോട്ടാക്കി ആളുകളെ മാറ്റുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ഫലമായിട്ട് മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ജലനിരപ്പ് കൂടുതൽ ഉയർന്നാൽ കൂടുതൽ ജലം ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ പെരിയാറിലെ ജലനിരപ്പ് വീണ്ടും ഉയരുമോ എന്നുള്ള ആശങ്കയാണ് ആ മേഖലയിലുള്ള ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും അവിടുന്ന് തീരത്തുള്ള ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് അവിടുത്തെ പ്രാദേശിക ഭരണകൂടം കടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം നെടുങ്കണ്ടത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നിരവധി വീടുകളിൽ ഇനിയും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അത്തരം നടപടികളിലേക്ക് ആളുകൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, ആഷിഖ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.